നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള മുഴുവൻ വാർത്തകളും സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ അനുജ. ആദ്യ വാർത്തയിലേക്ക്. കേരളത്തിൽ കാലവർഷമെത്തി. കേരളത്തിൽ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ നിലവിൽ കണ്ണൂർ ജില്ല വരെ വ്യാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട്. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രതീക്ഷിച്ചതിലും ഒരു ദിവസം മുന്നേ കേരളത്തിൽ കാലവർഷമെത്തി. കണ്ണൂർ ജില്ല വരെ നിലവിൽ കാലവർഷം വ്യാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കുകിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ ചക്രവാത ചുഴി രൂപപ്പെട്ടു. കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റും നിലനിൽക്കുന്നു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം പരക്കെ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. മധ്യ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 11 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. നാളെ മുതൽ തിങ്കളാഴ്ച വരെ തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള 12 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് നൽകി. മലയോര മേഖലകളിൽ മഴ കനത്തേക്കും. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. മണിക്കൂറിൽ പരമാവധി 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും മത്സ്യബന്ധനത്തിനു വിലക്കേർപ്പെടുത്തി. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. 24 തിരുവനന്തപുരം. കൊച്ചിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പി രാജീവ്. അഴുക്കുചാലുകൾ വൃത്തിയാക്കുന്ന ജോലി നാളെ തുടങ്ങും. മൂലേപ്പാടത്ത് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കും. ഇടപ്പള്ളിയിൽ മെട്രോ സൗന്ദര്യവത്കരണം തോടിന്റെ ഒഴുക്കിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ പരിഹാരം കാണണം. അനധികൃത നിർമ്മിതികൾ പൊളിച്ചു നീക്കണമെന്നും മന്ത്രി പറഞ്ഞു. എടപ്പള്ളി തോട് കഴിയാവുന്നിടത്തോളം ക്ലിയർ ആക്കാനുള്ള പദ്ധതി 2 ദിവസം കൊണ്ട് ചെയ്യണമെന്ന് കരുതുന്നു. ബാക്കി മുനിസിപ്പാലിറ്റി അവരുടെ കാനകളെല്ലാം ആളുകൾ പറയുന്നത് അത് ഇത് മാറ്റി ക്ലീൻ ചെയ്യുന്നില്ല എന്ന ഒരു പ്രശ്നം പറയുന്നുണ്ട്. അത് മുനിസിപ്പൽ സെക്രട്ടറിയും ചെയർപേഴ്സണും മറ്റു കൗൺസിലർമാരും ഉണ്ടായിരുന്നു. അവരും 2 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് ക്ലീനിങ് നടത്തും. പിന്നെ എവിടെയൊക്കെ അനധികൃതമായ നിർമ്മാണങ്ങളോ മറ്റു രീതിയുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി കർക്കശമായ മുഖം നോക്കാതെയുള്ള നടപടി സ്വീകരിക്കണം. സംസ്ഥാനത്ത് വ്യാപക മഴക്കെടുതി. ചേർത്തലയിൽ വെള്ളക്കെട്ടിൽ വീണ ഒരാൾ മരിച്ചു. കോഴിക്കോട് 8 പേർക്ക് മിന്നലേറ്റു. വെള്ളക്കെട്ടും കടപുഴകിയ മരങ്ങളും പലയിടത്തും ഗതാഗതം തടസ്സപ്പെടുത്തി. കൊച്ചിയിൽ മഴക്കാലപൂർവ്വ ശുചീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്ന് മേയർ എം അനിൽകുമാർ തുറന്നു സമ്മതിച്ചു. ആലപ്പുഴ ചേർത്തലയിൽ റോഡിനോട് ചേർന്ന പാടശേഖരത്തിലേക്ക് വീണാണ് പള്ളിപ്പുറം സ്വദേശി അശോകൻ മരിച്ചത്. മുണ്ടക്കയത്ത് മണിമലയാറ്റിൽ 3 ദിവസം മുമ്പ് ഒഴുക്കിൽപ്പെട്ടയാളുടെ മൃതദേഹം കണ്ടെത്തി. കളപ്പുരയ്ക്കൽ തിലകനാണ് മരിച്ചത്. കോഴിക്കോട് മീൻപിടുത്തത്തിനിടെ കടലിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വടകര സ്വദേശി സജീഷിനും ഇന്ന് ജീവൻ നഷ്ടമായി. മലപ്പുറം താനൂരിൽ നിന്ന് മീൻപിടുത്തത്തിനു പോയ 2 വള്ളങ്ങൾ ശക്തമായ കാറ്റിലും തിരയിലും പെട്ടുമറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്നവരെ ബോട്ടിലെത്തിയ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. കോഴിക്കോട് സൗത്ത് ബീച്ചിൽ 8 പേർക്ക് മിന്നലേറ്റു. ലോറിയുടെ മുകളിൽ കയറി പണിയെടുക്കുകയായിരുന്ന 2 പേർ മിന്നലേറ്റ ആഘാതത്തിൽ താഴെ വീണു. പത്തനംതിട്ട ഏഴംകുളത്ത് കാറിന് മുകളിലേക്ക് മരക്കൊമ്പ് പൊട്ടിവീണു. യാത്രക്കാർ സുരക്ഷിതരാണ്. വടകര, പയ്യോളി, കൊയിലാണ്ടി മേഖലകളിൽ കനത്ത മഴയിൽ ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മഴ കുറഞ്ഞിട്ടും എറണാകുളത്ത് വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല. പാലാരിവട്ടം, കാക്കനാട്, കളമ്പശ്ശേരി, ചങ്ങമ്പുഴ നഗർ റോഡുകളിലാണ് പ്രശ്നം രൂക്ഷം. മഴക്കാലപൂർവ്വ ശുചീകരണം പൂർത്തിയാക്കാനായില്ലെന്നും മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് പ്രതിസന്ധിയായെന്നും കൊച്ചി മേയർ എം അനിൽകുമാർ 24നോട്. ഞങ്ങൾക്ക് ഈ പ്രവർത്തനം പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന ഗൗരവമായ വിമർശനം ഞങ്ങൾക്ക് അറിയാം. കാരണം ഞങ്ങൾ തന്നെ ഇപ്പോൾ കൊച്ചിയിൽ തന്നെ നമ്മളൊരു മെയ് 15 മുമ്പ് തീർക്കണം എന്ന് ധരിച്ചത്. പക്ഷെ അത് തീർന്നില്ല. കൊച്ചിയിലെ വെള്ളക്കെട്ടിനെക്കുറിച്ച് 8 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. പി.ആൻഡ്.ഡി കോളനി ഫ്ളാറ്റ് സമുച്ചയത്തെ ചോർച്ചയിൽ GCDA പരിശോധന തുടങ്ങി. കനത്ത മഴയിൽ ആലപ്പുഴ നഗരത്തിലടക്കം വെള്ളം കയറി. കുട്ടനാട്ടിൽ ജലനിരപ്പുയർന്നു. തോട്ടപ്പള്ളി സ്പിൽവേയിലെ 40 ഷട്ടറുകളിൽ 39 തുറന്നു. തണ്ണീർമുക്കം ബണ്ടിലെ ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. മീനച്ചിലാർ കരകവിഞ്ഞതോടെ കോട്ടയം, തിരുവാർപ്പ്, അയ്മനം, ഇല്ലിക്കൽ, ചെങ്ങളം തുടങ്ങിയ മേഖലകളിൽ വെള്ളം കയറി. തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ടിന് ആശ്വാസമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി. എന്നാൽ വർക്കല ക്ലിഫിൽ വീണ്ടും കുന്നിടിഞ്ഞു. ന്യൂസ് ഡെസ്ക് 24.
തെരഞ്ഞെടുപ്പ് പ്രചാരണ കോലാഹലങ്ങളിൽ നിന്നൊഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി 2 നാൾ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയുടെ ശാന്തതയിൽ ധ്യാനം. വൈകിട്ട് 4:30 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി നാവികസേനയുടെ ഹെലികോപ്റ്ററിലാണ് കന്യാകുമാരിയിലേക്ക് തിരിച്ചത്. പ്രദേശം കനത്ത സുരക്ഷാ വലയത്തിലാണ്. VA ഗിരീഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി കന്യാകുമാരിയിൽ നിന്ന്. ഗിരീഷ്, ധ്യാനം ആരംഭിച്ചോ? അനുജ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5:10 കൂടിയാണ് കന്യാകുമാരിയിൽ എത്തിച്ചേർന്നത്. ഇതിനുശേഷം ഹെലിപ്പാഡിൽ തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗം കന്യാകുമാരിയിലെത്തിയ അദ്ദേഹം പിന്നീട് PWD ഗസ്റ്റ് ഹൌസിലേക്ക് പോയി. അവിടെ നിന്ന് ഇപ്പോൾ കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തുകയാണ്. ദർശനത്തിന് ശേഷമാകും അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് പോവുക. ഇപ്പോൾ ക്ഷേത്രത്തിൽ ദർശനത്തിന് അദ്ദേഹം എത്തിയിരിക്കുന്നു. ദർശനത്തിൽ അവിടെ നടക്കുന്ന പൂജകളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. ആരതി ഒഴിയുന്ന ചടങ്ങിൽ ഉൾപ്പെടെ അദ്ദേഹം പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇതിനുശേഷമാണ് അല്പസമയം കൂടി കഴിയുമ്പോൾ അദ്ദേഹം റോക്ക് ജെട്ടിയിൽ ബോട്ടിൽ അദ്ദേഹം കയറുകയും അവിടെ നിന്ന് വിവേകാനന്ദ പാറയിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ പ്രകാരം മനസ്സിലാകുന്നത്. 6:20 കൂടി അദ്ദേഹം വിവേകാനന്ദ പാറയിൽ എത്തുകയും നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് അവിടെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും വിവേകാനന്ദ പാറയിൽ ഏർപ്പെടുത്തി കഴിഞ്ഞു. മുമ്പ് സ്വാമി വിവേകാനന്ദ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലേക്ക് തിരിക്കും. അതിനുശേഷം അദ്ദേഹം 2 ദിവസം അവിടെ ധ്യാനമിരിക്കും. വിവേകാനന്ദ പാറയിൽ സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേ ഇടത്ത് തന്നെയാണ് നരേന്ദ്രമോദിയും ധ്യാനമിരിക്കുക. 45 മണിക്കൂർ ധ്യാനത്തിന് ശേഷം അദ്ദേഹം മടങ്ങിപ്പോകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ക്ലൈമാക്സിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പരസ്യ പ്രചാരണത്തിന് കൊടിയിറങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരാണസി ഉൾപ്പെടെ 57 മണ്ഡലങ്ങൾ മറ്റന്നാൾ വിധിയെഴുതും. BJPക്കും പ്രതിപക്ഷത്തിനും ഒരുപോലെ പ്രതീക്ഷ നൽകുന്ന മേഖലകളിലാണ് വോട്ടെടുപ്പ് നടക്കാനുള്ളത്. നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രംഗത്തെത്തി. രണ്ടര മാസം 7 ഘട്ടങ്ങളിലായി നടന്ന ചൂടേറിയ പ്രചാരണത്തിനാണ് കലാശക്കൊട്ട്. 8 സംസ്ഥാനങ്ങളിലായി 57 മണ്ഡലങ്ങളാണ് അവസാന ഘട്ടത്തിൽ മറ്റന്നാൾ വിധിയെഴുതുക. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസി ഉൾപ്പെടെ BJPയുടെ ശക്തി കേന്ദ്രമായ പൂർവാഞ്ചൽ മേഖലയും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് സ്വാധീനമുള്ള കൊൽക്കത്ത ഉൾപ്പെടുന്ന മേഖലയും മറ്റന്നാൾ വിധിയെഴുതും. സന്ദേശ് ഖാലി ഉൾപ്പെടുന്ന ബാസിർഹട്ട് മണ്ഡലവും മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തും. കർഷക പ്രക്ഷോഭം ആളിക്കത്തുന്ന പഞ്ചാബിലെ 13ഉം ഹിമാചൽ പ്രദേശിലെ മുഴുവൻ സീറ്റുകളിലും മറ്റന്നാളാണ് വോട്ടെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ പഞ്ചാബ്, ഒഡീഷ സംസ്ഥാനങ്ങളിലും പ്രിയങ്ക ഗാന്ധി ഹിമാചലിലും അവസാനഘട്ട പ്രചാരണത്തിനിറങ്ങി. നരേന്ദ്രമോദിയെ വിമർശിച്ച് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രംഗത്തെത്തി. നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിന്റെ അന്തസ്സ് കളഞ്ഞെന്നാണ് പഞ്ചാബിലെ ജനങ്ങൾക്കുള്ള കത്തിൽ മൻമോഹൻ സിംഗ് വിമർശിച്ചത്. 24 ഡൽഹി. മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞത് സിനിമയിലൂടെയാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിൽ വിവാദം കൊഴുക്കുന്നു. ഗാന്ധിയുടെ പൈതൃകം ലോകം മുഴുവൻ അറിഞ്ഞിട്ടും നരേന്ദ്രമോദി അറിഞ്ഞില്ല എന്നത് ഞെട്ടലുണ്ടാക്കിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പരിഹസിച്ചു. പ്രധാനമന്ത്രിയുടെ പരാമർശം മഹാത്മാഗാന്ധിയെ അവഹേളിക്കുന്നതല്ലെന്നാണ് BJPയുടെ വിശദീകരണം. നരേന്ദ്രമോദിക്ക് ജനാധിപത്യത്തോട് ബഹുമാനമില്ലാത്തത് മഹാത്മാഗാന്ധിയെ അറിയാത്തതുകൊണ്ടാണെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ. ഗോഡ്സെയെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നവരാണ് രാജ്യം ഭരിക്കുന്നതെന്നും കോൺഗ്രസ് അധ്യക്ഷൻ. जो गांधी जी अहिंसा की पॉलिटिक्स करते थे, उन्होंने कभी भी नफरत की पॉलिटिक्स नहीं की और किसी के ऊपर उनका नफरत नहीं था. 1982 റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി സിനിമ പുറത്തിറങ്ങിയ ശേഷമാണ് മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞതെന്നാണ് പ്രധാനമന്ത്രിയുടെ വിചിത്രവാദം. മാർട്ടിൻ ലൂതർ കിങ്ങിനെയും നെൽസൺ മണ്ടേലയും തിരിച്ചറിഞ്ഞ പോലെ ലോകം ഗാന്ധിയെ അറിയാതെ പോയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകം മുഴുവൻ സഞ്ചരിച്ച അനുഭവത്തിൽ നിന്നാണ് താനിത് പറയുന്നതെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ അവകാശവാദം.
ഇന്ത്യ മുന്നണിയുടെ മറ്റു ഘടകകക്ഷികളും പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തി. നടപടി ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. എന്നാൽ മഹാത്മാഗാന്ധിയുടെ പ്രാധാന്യം ലോകം കൂടുതൽ മനസ്സിലാക്കണമെന്ന് വ്യക്തമാക്കുകയായിരുന്നു പ്രധാനമന്ത്രി എന്നാണ് ബിജെപിയുടെ വാദം. 24 ഡൽഹി. ഇനി ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. ലണ്ടനിൽ മലയാളി പെൺകുട്ടിക്ക് വെടിയേറ്റു. തലയ്ക്ക് ഗുരുതര പരുക്കേറ്റ 10 വയസ്സുകാരി വെന്റിലേറ്ററിൽ. ആക്രമണം ഗോതുരുത്ത് സ്വദേശി ലിസ മരിയയ്ക്ക് നേരെ. അരളിയില കഴിച്ച് 7 പശുക്കൾ ചത്തു. സംഭവം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ. ദുരന്തമുണ്ടായത് ചക്കാലയ്ക്കൽ സ്വദേശി വിജേഷ് വിഷാംശമുണ്ടെന്നറിയാതെ പശുക്കൾക്ക് അരളിയില തീറ്റയായി നൽകിയതോടെ. ജമ്മുകശ്മീരിൽ വാഹനാപകടത്തിൽ 21 മരണം, 30 പേർക്ക് പരുക്ക്. രജൌരിയിലെ അപകടം. ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ്. അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രപതി. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. കോഴിക്കോട് വെങ്ങളത്ത് ദേശീയപാതയിൽ സ്വകാര്യ ബസിന്റെ നിയമലംഘനം. വൺ വേ തെറ്റിച്ച് ഏറെ ദൂരം യാത്ര ചെയ്തു. ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, ഏത് സാഹചര്യത്തിലായിരുന്നു ഈ ഒരു നിയമലംഘനം? മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചോ? അനുജ, കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ സ്വകാര്യ ബസിന്റെ നിയമലംഘനം നമ്മൾ നിരന്തരം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. വാർത്തകൾ മാധ്യമങ്ങൾ നൽകുകയും പോലീസ് നടപടിയെടുക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഇതിൽ സ്വകാര്യ ബസ്സുകൾ നന്നാവുന്ന ലക്ഷണമില്ല എന്നതാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ഒടുവിൽ ദേശീയപാതയിൽ വെങ്ങളത്തിന് സമീപമാണ് സ്വകാര്യ ബസ് നിയമലംഘനം നടത്തിയിരിക്കുന്നത്. ഈ ദേശീയപാതയുടെ പ്രവർത്തികൾ നടത്തുന്നതിനാൽ 2 പാതയിലൂടെ വൺ വേ അടിസ്ഥാനത്തിലാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. അതിനിടെയാണ് കോഴിക്കോടേക്ക് വാഹനങ്ങൾ വരേണ്ട പാതയിലൂടെ നിയമം ലംഘിച്ചുകൊണ്ട് സ്വകാര്യ ബസ് യാത്ര നടത്തിയിരിക്കുന്നത്. മറ്റു വാഹന യാത്രക്കാർ ഇടപെട്ടതോടെ വാഹനം പുറകോട്ടെടുത്ത ശേഷം ദിശ മാറി മറ്റൊരു റോഡിലൂടെ ഈ സ്വകാര്യ ബസ് യാത്ര തുടരുകയും ചെയ്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് ഉടൻ നടപടിയെടുക്കുമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അനുജ, കോഴിക്കോടാണ് ദേശീയപാതയിൽ സ്വകാര്യ ബസിന്റെ നിയമലംഘനം. മലപ്പുറത്ത് ക്വാറി ഉടമയെ ജയിലിലടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ SI അറസ്റ്റിൽ. വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ SI ബിന്ദുലാലാണ് അറസ്റ്റിലായത്. കേസിൽ 2ാം പ്രതിയായ വളാഞ്ചേരി CI സുനിൽ ദാസ് ഒളിവിലാണ്. പോലീസ് ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും ചേർന്ന് 22 കോടി രൂപയാണ് ക്വാറി ഉടമയിൽ നിന്ന് തട്ടിയെടുത്തത്. വളാഞ്ചേരി SHO സുനിൽ ദാസ് 8 ലക്ഷം രൂപയും SI ബിന്ദുലാൽ 10 ലക്ഷം രൂപയുമാണ് തട്ടിയെടുത്തത്. ഇടനിലക്കാരൻ 4 ലക്ഷം രൂപയും കൈപ്പറ്റി. തിരൂർ സ്വദേശിയായ ക്വാറി ഉടമയിൽ നിന്ന് ആകെ 22 ലക്ഷം രൂപ സംഘം തട്ടിയെടുത്തു. സംഭവത്തിൽ SI ബിന്ദുലാൽ, ഇടനിലക്കാരൻ അസൈനാർ എന്നിവരെ തിരൂർ DYSP അറസ്റ്റ് ചെയ്തു. CI സുനിൽദാസ് ഒളിവിലാണ്. കഴിഞ്ഞ മാർച്ചിൽ ക്വാറിയിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളുമായി വളാഞ്ചേരിയിൽ 3 പേർ അറസ്റ്റിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ക്വാറി ഉടമയെ വിളിച്ചുവരുത്തി കേസിൽ പ്രതി ചേർത്ത് ജയിലിലടക്കുമെന്നും അല്ലെങ്കിൽ പണം നൽകണമെന്നും പോലീസ് ആവശ്യപ്പെട്ടത്. അസൈനാർ മുഖേനയാണ് ഇടപാടുകൾ നടത്തിയത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടിയെടുത്തത്. 24 തിരൂർ. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചാലക്കുടി DYSPയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആദിവാസി ഊരുകളിൽ നിന്നടക്കം നിരവധി പേർ മാർച്ചിൽ പങ്കെടുത്തു. റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയതിന് പിന്നിൽ വാഴച്ചാൽ DFO R ലക്ഷ്മിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ജനകീയ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. റൂബിനെ അർദ്ധരാത്രി കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിക്കുകയും അടിവസ്ത്രത്തിൽ നിർത്തുകയും ചെയ്ത അതിരപ്പള്ളി CI ആൻഡ്രിക് ഗ്രോമിക്കിനെതിരെയും വനം ബീറ്റ് ഓഫീസർ ജാക്സണെതിരെയും നടപടി ആവശ്യപ്പെട്ടായിരുന്നു സമരം. ആദിവാസി ഊരുകളിൽ നിന്നുള്ളവരും പരിസ്ഥിതി പ്രവർത്തകരും ചേർന്ന് ചാലക്കുടി ബസ് സ്റ്റാൻഡിന് സമീപത്തുനിന്ന് ആരംഭിച്ച മാർച്ച് DYSP ഓഫീസിന് 200 മീറ്റർ അകലെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. വൻ പോലീസ് സന്നാഹം ഉപയോഗിച്ചാണ് പ്രതിഷേധക്കാരെ നേരിട്ടത്. പിന്നാലെ മാർച്ച് അടിച്ചെത്തൊട്ടി കോളനിയിലെ ഊരുമൂപ്പൻ പെരുമാൾ ഉദ്ഘാടനം ചെയ്തു. റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ വാഴച്ചാൽ DFO R ലക്ഷ്മിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ചാലക്കുടി ജനകീയ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ഡാമിന്റെ തടാകത്തിൽ കൂടി എല്ലാവർക്കും ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി ചുറ്റി സഞ്ചരിച്ച് കാണുന്നതിന് വേണ്ടി ബോട്ട് വാങ്ങി. ആ ബോട്ടിനെ സംബന്ധിച്ചുള്ള ചരിത്രം കടലാസിൽ എഴുതി അത് രേഖയാക്കി അതിന്മേൽ ഒരു അന്വേഷണം നടത്തി വിജിലൻസ് കേസെടുത്തു. ബോട്ടില്ല, ബോട്ട് കടലാസ് ബോട്ടായി. ബോട്ട് ഡാമിനെ വെള്ളത്തിൽ അരിഞ്ഞുപോയി. ഇതാണ് അവസാന അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ആ കേസിലെ പ്രതിയാണ് ലക്ഷ്മി എന്ന് പറയുന്ന DFO. റൂബിൻ ലാൽ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വസ്തുതാപരമായി അവർക്കറിയാം. പല ഘട്ടത്തിലും റൂബിൻ ലാലിനെ വ്യക്തിപരമായി അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്തത്
ചാലക്കുടി DFOയുടെ കീഴിലാണെന്നും അതിനാൽ പ്രതികരിക്കാനില്ലെന്നും ആർ ലക്ഷ്മി 24നോട് പറഞ്ഞു. 24 തൃശൂർ. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരി വിവേകാനന്ദ പാറയിലെത്തി എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ വരുന്നത്. VA ഗിരീഷ് വിശദാംശങ്ങളുമായി. ഗിരീഷ്, പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിൽ എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ധ്യാനത്തിലേക്ക് കടക്കുകയാണോ? അനുജ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ ഏകാന്ത ധ്യാനത്തിനായി ഇപ്പോൾ വിവേകാനന്ദ പാറയിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹം 5:10 തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്റർ മാർഗം കന്യാകുമാരിയിലേക്ക് എത്തിയത്. അതിനുശേഷം PWD ഗസ്റ്റ് ഹൌസിൽ അല്പനേരം വിശ്രമിച്ച ശേഷം പിന്നീട് കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി ഇവിടെയുള്ള പൂജകളിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ മറ്റു ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത ശേഷമാണ് അദ്ദേഹം റോക്ക് ജെട്ടിയിലേക്ക് എത്തിയത്. അവിടെ പ്രത്യേകം തയ്യാറാക്കിയ ബോട്ടിൽ അതോടൊപ്പം നാവികസേനകളുടെയും ഒക്കെ അകമ്പടിയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലേക്ക് എത്തിയത്. ഇപ്പോൾ അദ്ദേഹം വിവേകാനന്ദ പാറയിലെ മുകളിലത്തെ വശത്ത്, അതായത് സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന 3 ദിവസം ധ്യാനമിരുന്ന അതേ സ്ഥലത്തേക്ക് അദ്ദേഹം ധ്യാനത്തിനായി പ്രവേശിച്ചു കഴിഞ്ഞു. ഇന്ന് രാത്രിയും നാളെ പകലും നാളെ രാത്രിയിലും മറ്റന്നാൾ രാവിലെയും അദ്ദേഹം ധ്യാനത്തിലായിരിക്കും. ഇതിനുശേഷം മറ്റന്നാൾ വൈകുന്നേരം 4 മണിക്ക് ശേഷം മാത്രമായിരിക്കും അദ്ദേഹം വിവേകാനന്ദ പാറയിൽ നിന്ന് തിരിച്ച് കന്യാകുമാരി റോക്ക് ജെട്ടിയിലേക്ക് എത്തുക. ഇത് വളരെ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനായി ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. കന്യാകുമാരിയും പരിസരവും എല്ലാം തന്നെ പോലീസിന്റെയും അതോടൊപ്പം തന്നെ അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും പഴുതടച്ച സുരക്ഷയിലും സംരക്ഷണയിലുമാണ്. അതോടൊപ്പം 2000-ഓളം പോലീസുകാരെയാണ് ഈ പ്രധാനമന്ത്രിയുടെ 3 ദിവസ സന്ദർശനവുമായി ബന്ധപ്പെട്ട കന്യാകുമാരിയിൽ വിന്യസിച്ചിരിക്കുന്നത്. കടലിലാകട്ടെ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഒക്കെ നിരന്തരമായ നിരീക്ഷണം ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ പോകുന്ന സമയം ഈ തീരപ്രദേശത്ത് ബീച്ചിലൊക്കെ വളരെ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. വിനോദസഞ്ചാരികളെ അടക്കം നിയന്ത്രിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്രമീകരണം പോലീസ് ഇവിടെ ഏർപ്പെടുത്തിയിരുന്നത്. ഏതായാലും നേരത്തെ കോൺഗ്രസ് ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പ് പരസ്യപ്രചരണം അവസാനിച്ചതിന് ശേഷം ദേശീയ ശ്രദ്ധ, മാധ്യമങ്ങളുടെ ശ്രദ്ധ മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കാനുള്ള ഒരു ശ്രമമാണ് പ്രധാനമന്ത്രി നടത്തുന്നത് എന്ന ആരോപണമൊക്കെ കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നരേന്ദ്രമോദി അതിനെയെല്ലാം ശരി, വിവേകാനന്ദ പാറയിലേക്ക് നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു. അദ്ദേഹം 2 ദിവസത്തെ ഏകാന്ത ധ്യാനത്തിലേക്ക് കടക്കുകയാണ്. ശനിയാഴ്ച വൈകിട്ടാണ് മടങ്ങിപ്പോക്ക്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയുടെ പേരിൽ അബുദാബി കമേഴ്ഷ്യൽ ബാങ്കിലുള്ള അക്കൗണ്ടിനെ കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് നൽകിയ ഹർജികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടക്കുന്നതിനാൽ ഹർജിയിലെ ആവശ്യത്തിന് പ്രസക്തിയില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അന്വേഷണം കഴിഞ്ഞിട്ടും പരാതിയുണ്ടെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കോടതി ഉത്തരവ് പ്രകാരമുള്ള SFIO അന്വേഷണത്തിന്റെ ഭാഗമായി പണമിടപാടും പരിശോധിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. വീണ വിജയനും ബന്ധു M സുനീഷുമാണ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതെന്ന് തനിക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നും ഹൈക്കോടതിയിൽ നൽകിയ ഉപഹർജിയിൽ ഷോൺ ജോർജ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുന്നതിനാൽ ഹർജിയിലെ ആവശ്യത്തിന് പ്രസക്തിയില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അന്വേഷണം കഴിഞ്ഞിട്ടും പരാതിയുണ്ടെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. മാസപ്പടി കേസിൽ നൽകിയ ഹർജിയുടെ ഭാഗമായിട്ടായിരുന്നു ഉപഹർജി. വിവാദ കമ്പനികളായ SNC ലാവലിൻ, PWC എന്നിവയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അബുദാബിയിലെ അക്കൗണ്ടിലെത്തിയെന്നാണ് ഷോൺ ജോർജ് ആരോപിച്ചത്. അതേസമയം SFIO അന്വേഷണത്തെ ചോദ്യം ചെയ്ത് KSIDC നൽകിയ ഹർജി ജൂലൈ 15 മാറ്റി. 24 കൊച്ചി. ഇന്നത്തെ മറ്റു ചില വാർത്തകൾ കൂടി ചുരുക്കത്തിൽ നോക്കാം. സ്വർണ്ണക്കടത്ത് കേസിൽ ഡോക്ടർ ശശി തരൂർ MPയുടെ PA ശിവകുമാർ പ്രസാദിനെ കസ്റ്റംസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. സ്വർണം കൊണ്ടുവന്ന് ഉത്തർപ്രദേശ് സ്വദേശിയെ പ്രതിയാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ലൈംഗികാതിക്രമ കേസിൽ വിദേശത്തൊളിവിലായിരുന്ന JDS നേതാവ് പ്രജ്വൽ രേവണ്ണ ഇന്ന് രാത്രി ബംഗളൂരുവിൽ തിരിച്ചെത്തും. ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് ലുഫ്താൻസ എയർലൈൻസിന്റെ വിമാനത്തിൽ യാത്ര തിരിച്ചു. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു.